ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു ബിസ്ക്കറ്റ് റെസിപ്പി ആയിട്ടാണ്. ബട്ടർ മിൽക്ക് ബിസ്ക്കറ്റ്. സോ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ടു കേക്ക് ആൻഡ് ഫ്ലിക്സ്. അപ്പം നമുക്ക് ബട്ടർ മിൽക്ക് ബിസ്ക്കറ്റിലോട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് 250 ഗ്രാം ഫ്ലോർ ആണ്. അതിലോട്ട് നമ്മൾ ഒരു 180 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്യാണ്. ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഗ്രേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നന്നായിട്ട് തണുത്തിരിക്കണം ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒരു സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇടാം. ഒരു 1 ടീസ്പൂൺ സോൾട്ട്, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ടർ നന്നായിട്ട് തണുത്തിരിക്കണം. ഗ്രേറ്റ് ചെയ്ത് ബട്ടർ എല്ലായിടത്തും നമ്മൾ സ്പ്രെഡ് ചെയ്ത് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇനി നമ്മളിതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് സെൻറ്ററിൽ ഒരു ഹോൾ ആക്കിയിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 180 ml ബട്ടർ മിൽക്കാണ് ആഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ 180 ml മിൽക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് വിനീഗർ ഒഴിച്ചപ്പോൾ അത് കേർഡിലായി വന്നു. അപ്പോൾ അതിനാണ് നമ്മൾ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതിൽ സെൻറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പാച്ചില വെച്ച് മെല്ലെ ഇളക്കുക. അധികം സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. മെല്ലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഓപ്ഷനിലാണ്, ആവശ്യമുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പാച്ചില വെച്ച് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് പരത്താനായിട്ട് ഒരു മാറ്റ് ഇടാം. ഇതിലോട്ട് കുറച്ച് ഫ്ലോർ ഇടാം. ഫ്ലോർ അധികം കൂടി പോകാൻ പാടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ ഡോ അധികം നേരം കുഴച്ച് മിക്സ് ആക്കരുത്. ജസ്റ്റ് കൈവച്ച് മെല്ലെ ആക്കാൻ പാടുള്ളൂ. ബട്ടറൊക്കെ കൈയുടെ ചൂട് തട്ടിയാലും മെൽറ്റായി പോകും. അപ്പം അധികം നേരം കൈവച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മളുടെ ഡോ കിട്ടുക. ഇതിങ്ങനെ തന്നെ അധികം കുഴച്ച് നല്ല സ്മൂത്ത് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു റോളർ വെച്ച് ജസ്റ്റ് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഡോ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്തെടുക്കണം. നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പർ യൂസ് ചെയ്യാം. ഇപ്പോൾ റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് കട്ട് ചെയ്യുക, എടുക്കുക. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്സിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ബട്ടർ മിൽക്ക് ഇതിൻ്റെ മേലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ആയാലും മിൽക്ക് ആയാലും കുഴപ്പമില്ല. എല്ലാത്തിൻ്റെ മേലെ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിത് OTGയിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പം നമ്മളുടെ ബിസ്ക്കറ്റ് റെഡി ആയേക്കാണ്. അപ്പോൾ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 20 to 25 മിനിറ്റ്സ് ആണ്. 200ലാണ് ബേക്ക് ചെയ്യേണ്ടത്. OTGയിൽ നമ്മൾ ടോസ്റ്റ് കൺവെക്ഷൻ അഥവാ 2 കോയിലും യൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷനാണ് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത്.
ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.